Now we shall see what is meant by magnification. Magnification is the ratio of the size of the image to the size of the object. അപ്പോൾ ഇതിൽ നമുക്ക് ആ മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല ഡിറൈവ് ചെയ്യാൻ നേരത്തെ വരച്ച ഫിഗർ തന്നെ ഒന്നുകൂടെ വരയ്ക്കാം. പോള് CF മാർക്ക് ചെയ്തിട്ടുണ്ട്, AB ഈസ് ഒബ്ജക്റ്റ്. അപ്പോൾ എപ്പോഴും ടെക്സ്റ്റിലുള്ള അതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് ഡെറിവേഷനിൽ സ്റ്റെപ്സ് കുറച്ചുകൂടെ തെറ്റിപ്പോവാതെ എഴുതാം. അപ്പോൾ ഈ ആരോ ഹെഡിൻ്റെ അവിടെ A എന്ന് മാർക്ക് ചെയ്തു. പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഉള്ള റേ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്നു. സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ വീഴുന്ന റേ റീട്രേസസ് ദ പാത്ത് അല്ലേ. അപ്പോൾ ഈ നോർമലിലൂടെ പാസ് ചെയ്യുന്ന റേ റീട്രേസസ് ദ പാത്ത്. ദെൻ വി ഹാവ് അനദർ റേ വിച്ച് ഇസ് ഇൻസിഡൻറ്റ് at the pole of the mirror at some angle, and it will get reflected obeying the law of reflection. അപ്പോൾ A എന്നുള്ള പോയിന്റിൽ നിന്ന് വരുന്ന 3 റേസ് കൺസിഡർ ചെയ്തു. അത് റിഫ്ലക്ഷൻ കഴിഞ്ഞ് ഈ പോയിന്റിലൂടെയാണ് പാസ് ചെയ്തത്. ലെറ്റ് ഇറ്റ് ബി A'. സോ ദിസ് ഈസ് ദ ഇമേജ് ഫോംഡ് A', B'. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന ഇമേജ് ഒരു ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇനി മാഗ്നിഫിക്കേഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് it is the ratio of the size of the image to the size of the object. Now we shall see what is linear magnification. Linear magnification പറയുമ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ്. ഇപ്പോൾ ഇമേജിൻ്റെ ഹൈറ്റ് A', B' ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഹൈറ്റ് AB. അപ്പം നേരത്തെ കൺസിഡർ ചെയ്ത ട്രയാങ്കിൾസ് ABP, അതേപോലെ A', B', ഈ സിമിലർ ട്രയാങ്കിൾസിൽ നിന്ന് വി ഹാവ് A', B' ബൈ AB ഈസ് ഈക്വൽ ടു B', ബൈ BP അല്ലേ. ഇതും 2 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ആണ്. പിന്നെ ഈ ആംഗിൾസ് 2 ഈക്വൽ ആണ്, അതുകൊണ്ടാണ് അത് സിമിലർ ആയത്. അപ്പോൾ ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു B', ബൈ BP. ഇനി സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ ഇൻവേർട്ടഡ് ഇമേജിന് നമ്മൾ ഡിസ്റ്റൻസസ് ഡൗൺവേർഡ്സ് ആർ ടേക്കൺ ആസ് നെഗറ്റീവ്. അപ്പോൾ B', A' എന്നുള്ളത് A', B' എന്നുള്ളതിനെ -H' എഴുതി. -H' ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് H ഈക്വൽ ടു B', എന്താണ്? ഇമേജിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഫ്രം ദ മിറർ അല്ലേ. ഇമേജ് ഡിസ്റ്റൻസ് ഈസ് ഡിനോട്ടഡ് ബൈ V. അത് ഈ B', പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇൻസിഡൻറ്റ് ലൈറ്റ് എങ്ങനെയാണ്? തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഇറ്റ് ഈസ് -V ഡിവൈഡഡ് ബൈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് പറയുന്നത് -U. ഇനി മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല നമുക്ക് A', B', ഹൈറ്റ് ഓഫ് ദ ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ആണ് ലീനിയർ മാഗ്നിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഈ മൈനസ് എന്നുള്ളത് രണ്ടും കൂടെ നമുക്കത് പ്ലസ് എന്ന് എഴുതാം. സോ H' ബൈ H എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു -V/U. സോ ദ ഫോർമുല ഫോർ മാഗ്നിഫിക്കേഷൻ ഈസ് -V/U in this case, in the case of a concave mirror. Magnification is negative. ഇൻവേർട്ടഡ് ഇമേജസ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും. ഇറക്റ്റ് ഇമേജ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇമേജിന് മാത്രമാണ് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുള്ളൂ. ഇനി ഈ ഇമേജിൻ്റെ നേച്ചർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മൾ ഏത് പൊസിഷനിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത് അതിനനുസരിച്ച് ദ നേച്ചർ ഓഫ് ദ ഇമേജ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ബിയോണ്ട് C ആണ് അല്ലേ. ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് C ആൻഡ് വി ഗെറ്റ് ദ ഇമേജ് ബിറ്റ്വീൻ C ആൻഡ് F. അപ്പോൾ വി ഷാൽ സീ the nature of the image formed at different positions of the object. ഇപ്പോൾ ഒബ്ജക്റ്റ് നേച്ചർ ഓഫ് ഇമേജ്, നേച്ചർ ഓഫ് ഇമേജ് ഉണ്ട്, പിന്നെ ഇമേജിൻ്റെ പൊസിഷനും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസിൽ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിയോണ്ട് C. ബിയോണ്ട് C ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് എവിടെയാണ് വരുന്നത്? C-ൻ്റെയും F-ൻ്റെയും ഇടയിലാണ് ഇമേജ് വരുന്നത്. അപ്പോൾ ബിറ്റ്വീൻ C ആൻഡ് F ആണ് ഇമേജ്. ഇനി വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഇമേജ്? കൺവേർജ് ചെയ്ത് ഫോം ചെയ്യുന്ന ഇമേജ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് റിയൽ. ദെൻ
സൈസ് എങ്ങനെയാണ്, ചെറുതാണ് അല്ലേ, ഇറ്റ് ഈസ് diminished and it is also inverted. Now if the object is at a very large distance, infinite distance lana object engil what will be the nature of the image? Infinite distance la object vechu kanyal image will be alla rays parallel ആയിരിക്കും. ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന എല്ലാ റേസും പാരലൽ ആണ്. അപ്പോൾ പാരലൽ റേസ് മിററിൽ വന്ന് വീണ് കഴിഞ്ഞാൽ ദേ വിൽ കൺവേർജ് അറ്റ് ദ ഫോക്കസ്. സോ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് ദി ഫോക്കസ് ഇൻ ദ കേസ് ഓഫ് ദി ഒബ്ജക്റ്റ് പ്ലേസ്ഡ് അറ്റ് ഇൻഫിനിറ്റി. അതിനെയാണ് നമ്മൾ ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ഡിസ്റ്റൻറ്റ് ഒബ്ജക്റ്റ്, മരങ്ങളിനെയോ വല്ലതിനെയും നമ്മൾ കോൺകേവ് മിറർ ഉപയോഗിച്ച് ഫോക്കസ് ചെയ്ത് സ്ക്രീനിൽ കൊണ്ടുവരികയാണെങ്കിൽ ദ ഇമേജ് വിൽ ബി formed at the focus and the nature of the image എന്ന് പറയുന്നത് again converge ചെയ്ത് ഫോം ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്ത് ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് റിയൽ, സ്ക്രീനിൽ പിടിക്കാം. ഇറ്റ് ഈസ് diminished and also inverted. Now if the image is placed, if the object is placed between C and F, നമ്മൾ സിൻ്റെയും എഫിൻ്റെയും ഇടയിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി ഇമേജ്? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്, ഇവിടെയാണ് ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് വിൽ ബി ഫോംഡ് ബിയോണ്ട് സി. ബിയോണ്ട് സി ആയിരിക്കും ഇമേജ്. And the nature of this image will be real, inverted and enlarged. ഇവിടെ നമുക്ക് കിട്ടുന്നത് എൻലാർജ്ഡ് ഇമേജ് ആണ്. നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന ഇമേജ് റിയൽ ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി ഇൻവേർട്ടഡ് ആൻഡ് ഓൾസോ എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും.